മക്കളെ, നിങ്ങൾ ക്രിസ്മസ് എക്സാം അടുത്തെത്തിയല്ലോ. ഈ ഒരു ക്രിസ്മസ് എക്സാമിലെ സോഷ്യൽ സയൻസിൽ ഒരു മാപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു തരട്ടെ. ഇത് തന്നെയായിരിക്കും ഒരു മാപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ ചോദിക്കുന്നത്. ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കോണ്ടിനെന്റ്സ്, വൻകരകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേബിൾ തരും. എല്ലാ വൻകരയും അതിലുണ്ടാവും. എന്നിട്ട് ഒരു കാലിപ്പെട്ടിയായിരിക്കും ഉണ്ടാവുക. അത് ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആൻസർ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇത് പഠിക്കാനുള്ള ട്രിക്ക് എന്താണെന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കിയേ. ഈ മാപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് കൂട്ടത്തിൽ വലുത് ആരായിരിക്കും? നമ്മളുടെ ഏഷ്യ ആണെന്ന് പഠിച്ചു വെക്കുക. ഏഷ്യയെ തൊട്ടടുത്ത്, അതായത് ഏഷ്യയോട് ചേർന്ന് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കുന്ന ആരായിരിക്കും? യൂറോപ്പ് ആയിരിക്കും. ഇവർക്ക് താഴെ ആയിട്ട് ആരുണ്ട്? ആഫ്രിക്കയുണ്ട്. ആഫ്രിക്കയെ പോലെ തന്നെ ചെറിയൊരാളെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം അതേ മുഖച്ഛായുള്ള. അതാരാ നോക്കിയേ? സൗത്ത് അമേരിക്ക അല്ലേ? ഒരുപോലെ ഇരിക്കുന്നില്ലേ? അപ്പൊ ആഫ്രിക്കയെക്കാളും ചെറുതായിട്ടുള്ള ആള്, ആഫ്രിക്കയുടെ അനുജൻ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്ക ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ സൗത്ത് എന്ന് പറയുമ്പോൾ അത് താഴെയാണെന്ന് നമുക്കറിയാം. സൗത്ത് അമേരിക്കയ്ക്ക് മേലായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരാളാണ് ആര്? ഇങ്ങനെ ഒരു ഡിനോസറിനെ പോലെയുള്ളത്. ഓക്കെ, നിങ്ങൾ കണ്ട ഒരു തലയും ഒരു വാലൊക്കെ ഇങ്ങനെ ഒരു ഡിനോസറിനെ പോലെ ഉള്ളതാണ് നമ്മുടെ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. യൂറോപ്പ് ഇങ്ങനെ ചിതറിക്കെടുത്തിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ, അതുകൂടെ പഠിച്ചു വെക്കണേ. യെസ്, ഇനി അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ ഒരു ഉണ്ടാന്നുള്ളത് പോലെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ അന്റാർട്ടിക്ക ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ താഴെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഓസ്ട്രേലിയയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒരു യു ഉണ്ടാവും. ഓസ്ട്രേലിയ എന്ന് എഴുതുമ്പോൾ തന്നെ നമ്മളൊരു യു കാണുന്നില്ലേ? ആ യു എന്തിലുണ്ട്? ഓസ്ട്രേലിയയുടെ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കൂട്ടത്തിൽ വലുത് ഏഷ്യയാണ്. ഇങ്ങനെ ചിതറി ഏഷ്യയുടെ തൊട്ടടുത്തായിട്ടുള്ളത് യൂറോപ്പാണ്. പിന്നെ ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും ഒരുപോലെയാണ്. കൂട്ടത്തിൽ വലുത് ആഫ്രിക്കയും ചെറുത് സൗത്ത് അമേരിക്കയുമാണ്. ഡിനോസറിനെ പോലെ വാലും തലയും ഒക്കെ ഉള്ളത് നോർത്ത് അമേരിക്കയാണ്. ഉണ്ട പോലെയുള്ളത് അന്റാർട്ടിക്കയും യു കണ്ടാൽ ഓസ്ട്രേലിയയുമാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം അല്ലെ? അപ്പൊ കൂട്ടത്തിൽ വലുത്, ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത് ആരാണ്? ഇയാളാണ്. ഇയാള് നമ്മളുടെ ആരായിരിക്കും? ഇത് നമ്മളുടെ ഏഷ്യ ആണ് അല്ലേ? അല്ലെങ്കിൽ താഴെ ഇന്ത്യയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. യെസ്, ഇനി നോക്കിയതാ, ഇതും അതേപോലെ ഇയാളും ഒരേപോലെ ഉണ്ട് അല്ലെ? ഇവര് രണ്ടുപേരും ഒരേപോലെയാണുള്ളത്. അപ്പൊ ഒരേപോലെയുള്ള രണ്ടാളുണ്ടെന്ന് മിസ് പറഞ്ഞിരുന്നു. അതിൽ കൂട്ടത്തിൽ വലുത് ആരാണ്? ആഫ്രിക്കയാണ്. കൂട്ടത്തിൽ വലുത് ആഫ്രിക്കയാണ്. കൂട്ടത്തിൽ ചെറുതാരാണ്? സൗത്ത് അമേരിക്കയാണ്. ഓക്കെ, ഇനി ഡിനോസറിനെ പോലെതാ ഒരു തലയും വാലും ഒക്കെ ഉള്ളതാരാ? നോർത്ത് അമേരിക്കയാണ്. ഈസി? യെസ്. ഇനി ഒരു യു ഷേപ്പ് കണ്ടാൽ, ഇവിടെ ഒരു യു കണ്ടില്ലേ? യു ഷേപ്പ് കണ്ടാൽ അത് ഓസ്ട്രേലിയ ആണ്. ഓക്കെ, ഇനി ചിന്നിച്ചിതറി കിടക്കുന്ന ആള്, ചിന്നിച്ചിതറി കളിക്കുന്ന ആളാരാണ്? യൂറോപ്പാണ്. ഇങ്ങനെ പരന്ന് കിടക്കാണ് കേട്ടോ. ഇനിതാ റൗണ്ട് പോലെ, ഏകദേശം ഒരു റൗണ്ട് പോലെ, വൃത്തം പോലെയുള്ളത്, ഉണ്ട പോലെയുള്ളത് അന്റാർട്ടിക്കയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇനി നിങ്ങൾ ഈസി ആയിട്ട് ആൻസർ ചെയ്യല്ലോ. അപ്പൊ ഇതേപോലെ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഐഷ മിസ് മോർ എന്ന് കമന്റ് ചെയ്യുക. അപ്പം ബൈ.